മുണ്ടക്കൈ ചൂരൽമല ദുരന്തം കേരളത്തെ നടുക്കിയ ദുരന്തമായിരുന്നു. അതിനുശേഷം വലിയ വിവാദങ്ങൾ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. ഈ പറഞ്ഞ വളരെ ദൗർഭാഗ്യകരമായ ദുരന്തത്തിന് ശേഷം ഏറ്റവും കൂടുതൽ കേട്ടുവന്നത് ഈ പറഞ്ഞ വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട പുനരധിവാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഇപ്പോൾ കോൺഗ്രസിനെ ഏറ്റവും കൂടുതൽ വിമർശിക്കുന്നത് CPM ആണ്. CPM പറയുന്നത് തറക്കല്ലിട്ട് 100 ദിവസം കഴിഞ്ഞിട്ടും അവിടെ വീട് നിർമ്മാണം ആരംഭിച്ചിട്ടില്ല, കോൺഗ്രസ് പരാജയമാണ് എന്നുള്ള രീതിയിലുള്ള പ്രചാരണങ്ങളൊക്കെ ആരംഭിക്കുന്നു. എന്താണ് CPM ഇതുപോലെ മറ്റ് സ്വന്തം കണ്ണിലേക്ക് കരടെടുക്കാതെ മറ്റുള്ളവന്റെ കണ്ണിലേക്ക് കരടെടുക്കാൻ നടക്കുന്നത് എന്നുള്ളതാണ് ചിന്തിച്ചു പോകുന്നത്. നമ്മൾ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ കോൺഗ്രസ് നേരിട്ടൊരു വെല്ലുവിളി അത് തന്നെയായിരുന്നു. നിങ്ങൾ ശവം വാരികൾ അങ്ങനെ ഒരു പരാമർശമൊക്കെ DYFIയുടെയും SFIയുടെയും ഒക്കെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. കോൺഗ്രസ് എവിടെ വീടെവിടെ കോൺഗ്രസ് എന്ന് പറഞ്ഞിട്ടൊരു പാട്ടൊക്കെ ഇവരെ ഇറക്കിയിരുന്നു. പക്ഷേ CPM അന്ന് എന്താണ് നിലപാടെടുത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞങ്ങൾ സർക്കാരിന് കാശ് കൊടുത്തോളാം. കോൺഗ്രസ് പറഞ്ഞു ഞങ്ങൾ സ്വന്തമായിട്ട് വസ്തു വാങ്ങി വീട് വെച്ച് തരാമെന്ന് പറഞ്ഞു. ഇപ്പോൾ അന്ന് LDF ആയിരുന്നു അധികാരത്തിലുണ്ടായിരുന്നത്. അന്ന് നമ്മൾ കണ്ടതാണ് ഒരുപാട് വിഷയങ്ങൾ. അപ്പോൾ ഈ വിഷയങ്ങളെല്ലാം എന്തുകൊണ്ടുണ്ടായി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ CPMന് കൈയൊഴിയാൻ വേണ്ടിയിട്ട് ഞങ്ങളെല്ലാം സർക്കാരിന് കൊടുത്തു എന്ന് പറഞ്ഞു. അപ്പോൾ കോൺഗ്രസ് അന്ന് പ്രതിപക്ഷത്താണ്. 10 വർഷം കാലമായിട്ട് പ്രതിപക്ഷത്തിരിക്കുന്ന ഒരു പാർട്ടിക്ക് ആ പാർട്ടിക്ക് ഒരു വസ്തു വാങ്ങാൻ അല്ലെങ്കിൽ പണം കണ്ടെത്താൻ തന്നെ വലിയ ബുദ്ധിമുട്ടാണ്. CPMനെ പോലുള്ള സംഘടനാ സംവിധാനമോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇപ്പോൾ കോൺഗ്രസ് പലപ്പോഴും ഞങ്ങളുടെ കണക്കുകൾ ഇതാ ഉണ്ട് എന്ന് പറഞ്ഞ് കോൺഗ്രസ് അന്ന് വിളിച്ച് പത്രസമ്മേളനം നടത്തി കാണിച്ചു, ഞങ്ങൾക്ക് ഇത്ര കാര്യങ്ങളുണ്ട്. ഇനി നിങ്ങൾ കാണിക്കൂ, നിങ്ങൾ കൊടുത്ത കാശ് എവിടെ, നിങ്ങൾ എത്ര രൂപ കൊടുത്തു, ഇതെല്ലാം കാണിക്കാൻ DYFI ഇന്നേ വരെ അവരുടെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് കാണിക്കാൻ തയ്യാറായിട്ടില്ലല്ലോ. ഇല്ല, നമ്മുടെ യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷനായിരുന്ന സമയത്ത്, ഇപ്പോൾ തെരഞ്ഞെടുപ്പിന് മുൻപ് OJ ജനീഷുമായിട്ടുള്ള ഒരു ഇന്റർവ്യൂവിൽ അദ്ദേഹം പറയുന്നുണ്ട്, DYFI കൊടുത്ത പണത്തിന്റെ രേഖ എവിടെ? ഈ പറഞ്ഞ ചോദിക്കുന്നുണ്ടല്ലോ, യൂത്ത് കോൺഗ്രസ് എന്ത് ചെയ്തു, കോൺഗ്രസ് എന്ത് ചെയ്തു എന്നുള്ള ചോദ്യം ഉന്നയിക്കുന്നുണ്ട്. അവർ ചെയ്തതിന്റെ കണക്കുകൾ എവിടെ? അവർ എന്ന് കൊടുത്തു? അവർ പുറത്തുവിട്ട ഡേറ്റിന്റെ സമയത്ത് അവർ ഈ പറഞ്ഞ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം കൊടുത്തിട്ടില്ല, അതിനുശേഷമാണ് കൊടുത്തത്. അപ്പോൾ മനുഷ്യരുടെ ഈ പറഞ്ഞ പൊതുജനത്തിന്റെ കണ്ണിൽ പൊടിയിട്ടുകൊണ്ട് മൊത്തം ഒരു കുളം കലക്കി മീൻ പിടിക്കലായിരുന്നു നടന്നുകൊണ്ടിരുന്നത്. തീർച്ചയായിട്ടും. ഇപ്പോൾ എന്താണെങ്കിലും ഇപ്പോൾ അടുത്ത ഭരണപക്ഷമായിട്ട് UDF അധികാരത്തിൽ വന്നിട്ടുണ്ട്. ഉടനെ തന്നെ അവർ കോൺഗ്രസ് പറഞ്ഞിട്ടുള്ള വീടുകൾ പൂർത്തീകരിച്ച് നൽകുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഇപ്പോൾ തറക്കല്ലിടലും ബാക്കി കാര്യങ്ങളുമായിട്ടൊക്കെ പോവുകയാണ്. ഇനി കോൺഗ്രസിന് പണം കണ്ടെത്താൻ വലിയ ഒന്നും ഉണ്ടാകില്ല. കാരണം നേരത്തെ കോൺഗ്രസ് പ്രതിപക്ഷത്തായതുകൊണ്ട് പണം കൊടുക്കാൻ ആരും തയ്യാറാകില്ല. ഇപ്പോൾ ഭരണപക്ഷത്തായതുകൊണ്ട് പണം കൊടുക്കാൻ വേണ്ടി ഒരുപാട് പേര് ഉണ്ടാകും എന്നൊരു യാഥാർത്ഥ്യമാണ്. പക്ഷെ ഇതിനെല്ലാം മറ്റൊരു സൈഡ് ഉണ്ട്. കഴിഞ്ഞ 10 വർഷം ഭരണപക്ഷത്തിന് ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങൾ ഈ കഴിഞ്ഞ 10 ദിവസം കൊണ്ട് ഇപ്പോൾ UDF ചെയ്യണമെന്നാണ് ഈ പറഞ്ഞ ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവായ പിണറായി വിജയനും അതുപോലെ CPMലുള്ള എല്ലാവരും ആഗ്രഹിക്കുന്നത്. നമ്മൾ നേരത്തെ സംസാരിച്ച വന്യജീവി ശല്യത്തിന്റെ കാര്യമാണെങ്കിൽ പോലും മറ്റ് പല കാര്യങ്ങളിലും ഈ ഒരു തിടുക്കം കാണിക്കുന്നുണ്ട്. കഴിഞ്ഞ 10 വർഷം കാലു നീട്ടി സുഖമായി ഇരുന്നു എന്നുള്ള കാര്യം അവർ മറന്നു പോകുന്നു. നല്ല കാര്യമാണ്. ഞാൻ ആലോചിച്ചിട്ട് നല്ല കാര്യമാണ്. ഇപ്പോ ഞാൻ എല്ലാ ദിവസവും സോഷ്യൽ മീഡിയ നോക്കുമ്പോൾ ഇവിടുത്തെ മന്ത്രിമാരെല്ലാം മത്സരമാണ്, ഒന്നിനൊന്ന് മത്സരമാണ്. ഇപ്പോൾ VD സതീശനും രമേശ് ചെന്നിത്തലയും അതേപോലെ തന്നെ മുരളീധരനും ഇങ്ങനെ തുടങ്ങി എല്ലാ മന്ത്രിമാരും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരം നടക്കുന്നുണ്ട്. ഒരു ഹെൽത്തി കോമ്പറ്റീഷൻ നടക്കുന്നുണ്ട്. അത് നമുക്ക് പ്രഥമ ദൃഷ്ടിയെ കാണാൻ പറ്റും. ഞങ്ങൾ ഇന്ന പദ്ധതി ഇറക്കിയിട്ടുണ്ട്, എന്നാൽ ഞങ്ങൾ ഇപ്പുറത്ത് വേറെ പദ്ധതികളുടെ ഒരു ഘോഷയാത്ര എന്ന് വേണമെങ്കിൽ പറയാം. ഈ പദ്ധതികൾ നടപ്പിലാക്കുന്നുമുണ്ട്. ഇപ്പൊ ഏറ്റവും കൂടുതൽ മികച്ചു നിൽക്കുന്നത് രമേശ് ചെന്നിത്തലയാണ്, പറയാതിരിക്കാൻ വയ്യ. ഓപ്പറേഷൻ തൂഫാൻ, ഫോൺ എടുത്തു കഴിഞ്ഞാൽ ഇവിടുന്ന് ഇത്ര കഞ്ചാവ് പിടിച്ചു, അവിടുന്ന് ഇത്ര കഞ്ചാവ്, കുക്കറിൽ നിന്ന് കഞ്ചാവ് പിടിച്ചു, 2 ആൾ പൊക്കത്തിൽ വളർന്ന കഞ്ചാവ് പിടിച്ചു. അപ്പോ ഇപ്പൊ ഇംഗ്ലീഷിൽ തന്നെ സംസാരിക്കാൻ വേണ്ടിട്ട് VD സതീശൻ മുഖ്യമന്ത്രി വാർത്താ സമ്മേളനം കഴിഞ്ഞു കഴിഞ്ഞാൽ ഇംഗ്ലീഷ് മാധ്യമങ്ങൾക്കായിട്ട് ബൈറ്റ് കൊടുക്കാറുണ്ട്. ഇപ്പുറത്ത് രമേശ് ചെന്നിത്തല കൊടുക്കാറുണ്ടല്ലോ. രമേശ് ചെന്നിത്തല ഇംഗ്ലീഷ് മാധ്യമങ്ങൾക്കെല്ലാം കൃത്യമായിട്ട് ഇംഗ്ലീഷിൽ തന്നെയാണ് മറുപടി കൊടുക്കുന്നത്. ഓപ്പറേഷൻ തൂഫാനുമായി ബന്ധപ്പെട്ട് അതുപോലെ തന്നെ ഇംഗ്ലീഷിൽ സംവദിക്കാൻ നമ്മുടെ ആരോഗ്യവകുപ്പ് മന്ത്രി K മുരളീധരൻ സന്നദ്ധനാണല്ലോ. അദ്ദേഹം സത്യപ്രതിജ്ഞ മുതലേക്കുണ്ട്.
അതെ, സത്യം പറഞ്ഞ പോലെ ഇംഗ്ലീഷാണ് ചൊല്ലിയത്. അപ്പൊ ഇവര് തമ്മിലൊരു മത്സരമാണ്. ഞാനാണ് മികച്ചത്. അത് നല്ലൊരു കാര്യം തന്നെയാണ്. നല്ല മന്ത്രിമാരെ കിട്ടിയതും ആ മന്ത്രിമാർ ആ ഭരണ മികവ് കാണിക്കുന്നത് നല്ലൊരു കാര്യം തന്നെയാണ്. ഇപ്പോ ആരോഗ്യ മേഖലയിൽ വലിയ വലിയ പദ്ധതികളാണ് രൂപീകരിച്ചുകൊണ്ടിരിക്കുന്നത്. കുറച്ച് ദിവസം കൊണ്ട് തന്നെ എന്തെല്ലാം മാറ്റങ്ങൾ ആരോഗ്യ മേഖലയിൽ ഉണ്ടായി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രഥമ ദൃഷ്ടിയാൽ നോക്കി കഴിഞ്ഞാൽ ഒരുപാട് മാറ്റങ്ങളുണ്ട്. അതെ, ഇപ്പൊ നമ്മള് ഈ പറഞ്ഞ സർക്കാർ ഉപയോഗിക്കുന്നു, സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിൽ വരുന്നു. ഏറ്റവും ആദ്യം ഫുള്ളി ഫ്ലെഡ്ജ്ഡ് ആയിട്ട് വർക്ക് ചെയ്തു തുടങ്ങിയ ഓഫീസ് എന്ന് പറഞ്ഞത് KMന്റെ ഓഫീസാണ്. ആരോഗ്യ വകുപ്പ് എല്ലാവരും ഇങ്ങനെ ടേബിളും ചെയറും ഒക്കെ ഇട്ട് ഒന്ന് സെറ്റായി വരുന്ന 2ാം ദിവസമൊക്കെ ആയപ്പോഴേക്കും അവിടെ ഓഫീസേഴ്സ് എല്ലാം സെറ്റായി കഴിഞ്ഞു. അവിടെ അങ്ങ് കംപ്ലീറ്റ് വർക്ക് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. ഇപ്പോഴും വേറൊരു കാര്യമുണ്ട്. ഇപ്പൊ KMന്റെ ഓഫീസിലൊക്കെ വർക്ക് നടക്കുന്നുണ്ടായിരിക്കാം, പക്ഷെ നിയമസഭയിൽ ഇപ്പോഴും എല്ലാവർക്കും ഒന്നും റൂമൊന്നും കൊടുത്തിട്ടില്ല. MLA ഹോസ്റ്റലൊക്കെ മാറിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ആർക്കും റൂം പോലും കിട്ടിയിട്ടില്ല. ഞാൻ പറഞ്ഞത് ആരോഗ്യ വകുപ്പ് അത്രയും ദീർഘവീക്ഷണത്തോടെയാണ് KM അത് ഡീൽ ചെയ്ത് തുടങ്ങിയിട്ടുള്ളത്. ഇപ്പോ ഈ ഷിഗല്ല വൈറസുമായി ബന്ധപ്പെട്ട് കൃത്യമായ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇതിനിടയ്ക്ക് നമ്മുടെ ഒരു മെഡിക്കൽ കോളേജിൽ പാമ്പ് കടിയുമായി ബന്ധപ്പെട്ട ഒരു ട്രോളൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഒരു വസ്തുത ഇല്ലാതെ അങ്ങ് വെറുതെ അതിനെ അങ്ങ് ട്രോളാക്കുകയാണ്. അദ്ദേഹം പറഞ്ഞത് എന്താണെന്ന് പോലും മനസ്സിലാക്കാതെ ട്രോളാക്കാൻ വേണ്ടി നടക്കുന്നത്. എനിക്ക് തോന്നുന്നു കല്ലെറി കൂടുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം കാര്യങ്ങൾ കൃത്യമായി പോകുകയാണ്, എന്തൊക്കെ പ്രൊഡക്റ്റീവായിട്ട് നടക്കുന്നുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കണം. അല്ല, നമ്മൾ ആരോഗ്യ മേഖലയിൽ എടുത്തു നോക്കി കഴിഞ്ഞാൽ 10 കൊല്ലമായിട്ട്, കഴിഞ്ഞ 5 കൊല്ലമായിട്ട് ഇത് തകർച്ചയിലായിരുന്നു. ഏറ്റവും കൂടുതൽ നമ്മൾ ആക്ഷേപിച്ചിട്ടുള്ളതും നമ്മൾ ചർച്ച ചെയ്ത് വിമർശിച്ചിട്ടുള്ളതും ആരോഗ്യ മേഖലയെ തന്നെയാണ്. ഇനി നോക്കിക്കാണുന്നതും ആരോഗ്യ മേഖലയെ തന്നെയാണ്. എങ്ങനെയാണ് ഇതിൽ നിന്ന് മുന്നോട്ടൊരു പോക്ക്, അല്ലെങ്കിൽ ഇനിയും താഴേക്ക് പോകുമോ എന്ന് ശത്രുക്കളും മിത്രങ്ങളും എല്ലാം ഒരുപോലെ കണ്ണുനട്ടിരിക്കുന്നത് ആരോഗ്യവകുപ്പിൽ തന്നെയാണ്. ആരോഗ്യ മേഖലയിൽ മുരളീധരൻ വന്നിട്ട് ആദ്യം ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത് മുഴുവൻ തൂത്തു വൃത്തിയാക്കാൻ പറഞ്ഞു. ഹോസ്പിറ്റലിലാണ് ആദ്യം വൃത്തി വേണ്ടത്, ആ വൃത്തിയാണ് ആദ്യമേ വേണ്ടത് എന്ന് പറഞ്ഞ് അദ്ദേഹം കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്തു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ തന്നെ ബെഡ് ഇല്ലാത്തത് വലിയൊരു വിഷയമാണ്. ആ ബെഡിന് പുതിയ സംവിധാനം ഉണ്ടാക്കി. അദ്ദേഹം പറയുന്നത് 600 ബെഡുകളുണ്ട് മൊത്തത്തിൽ. 400 ബെഡുകൾ മാത്രമേ മുഴുവൻ ഫില്ലാവുകയുള്ളൂ, ബാക്കി ബെഡുകൾ വെറുതെ കിടക്കുകയാണ്. അപ്പോൾ ഓരോ ഡോക്ടർമാർക്കും ഓരോ വാർഡുകൾ കൊടുത്തിരിക്കുകയാണ്. ആ വാർഡിൽ ഒരു ബെഡ് ഒഴിവുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ട് ആ വാർഡിലെ ഡോക്ടറുടെ ചുമതലയാണ്. അങ്ങനെ കൊടുത്ത് റീഅറേഞ്ച് ചെയ്ത് പോകുകയാണെങ്കിൽ, രോഗികളെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുകയാണെങ്കിൽ ഈ സീറ്റിന് വലിയ ബുദ്ധിമുട്ടില്ലാതെ വരും. അതുകൊണ്ട് ആശുപത്രിയിൽ ഒരാൾ പോലും തറയിൽ കിടക്കരുത് എന്ന് പറയുന്ന ഒരു വിഷയം ആദ്യം തന്നെ കൊണ്ടെടുത്തു. നല്ലൊരു കാര്യമല്ലേ? തീർച്ചയായിട്ടും. അപ്പോൾ അതേപോലെ തന്നെ ഇപ്പുറത്തോട്ട് നമ്മൾ വന്നു കഴിഞ്ഞാൽ വേറെ എല്ലാവരും മിടുക്കന്മാരാണ്. ഇപ്പോൾ ഞാൻ OJ ജനീഷിന്റെ ഓഫീസിൽ കഴിഞ്ഞ ദിവസം ഞാൻ നിയമസഭയിൽ പോയപ്പോൾ കണ്ടിരുന്നു, നിറയെ ആളുകളാണ്. ബാക്കിയുള്ള എല്ലാവരേക്കാളുള്ള ആളുകളാണ് നിയമസഭയിൽ OJ ജനീഷിന്റെ അടുത്ത്. കാരണം കായിക മന്ത്രി ആയതുകൊണ്ട് അദ്ദേഹം തന്നെ പറയുന്നുണ്ട് അദ്ദേഹത്തിന്റെ വീക്ഷണവും നല്ലതാണ്. അപ്പൊ അദ്ദേഹം അവസാനമായിട്ട് ഈ മെസ്സി വരുമോ എന്ന് മാധ്യമങ്ങൾ ചോദിച്ച സമയത്താണ്, മെസ്സി വരികയാണെങ്കിൽ നല്ല കാര്യമാണ്, പക്ഷെ അതിന് മുടക്കുന്ന പൈസ ഉണ്ടെങ്കിൽ കേരളത്തിൽ എത്ര മെസ്സിമാരെ ഉണ്ടാക്കാൻ നമുക്ക് സഹായിക്കാം എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റ്, അതൊക്കെ നല്ലൊരു വീക്ഷണമുള്ളതിന്റെ അടിസ്ഥാനമാണ്. കാരണം കേരളത്തിൽ ഗ്രൗണ്ടുകളാണെങ്കിൽ കുറവാണ്, അല്ലെങ്കിൽ മത്സരങ്ങൾ കുറവാണ്. അപ്പോൾ ആ മത്സരങ്ങൾ കേരളത്തിൽ ഉണ്ടാക്കിയതിനു ശേഷം കേരളത്തിൽ നിന്നൊരു മെസ്സി ഉണ്ടാകട്ടെ എന്ന് പറയുന്നത് നല്ലൊരു കാര്യമാണ്. മെസ്സിയെ പോലെ ഒരാൾ കേരളത്തിലേക്ക് വരിക എന്ന് പറയുന്നതും നല്ലൊരു കാര്യമാണ്. പക്ഷെ അതിന് വേണ്ടി ഉണ്ടാക്കേണ്ട ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുന്നത് വലിയ തുക മുടക്കേണ്ട ഒരു കാര്യമാണ്. റിപ്പോർട്ടർ ചാനലിന്റെ മുതലാളി വന്നിട്ട് ഞാൻ നാളെ മെസ്സിയെ കൊണ്ടുവരും, മറ്റന്നാൾ ഞങ്ങൾ മെസ്സിയെ കൊണ്ടുവരും എന്ന് പറയുന്നത് പോലെ അല്ലല്ലോ. അതിന് വേണ്ടിയിട്ട് മുടക്കിയിട്ടുള്ള പൈസ, ഈ പൈസകൾ എങ്ങോട്ട് പോയി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർക്കും ഒരു പിടിയുമില്ല. അദ്ദേഹം പറയുന്ന ഈ ദീർഘവീക്ഷണമുള്ള കാര്യമുണ്ടല്ലോ, ഈ പറഞ്ഞതുപോലെ മെസ്സി കേരളത്തിൽ വരണമെന്ന് ആഗ്രഹിക്കാത്ത ആരുമില്ല. എല്ലാവർക്കും ആഗ്രഹമുണ്ട് അദ്ദേഹം കേരളത്തിൽ സന്ദർശനം നടത്തണം എന്നുള്ളത്. പക്ഷെ ചിലപ്പോൾ ഈ പണം വകമാറ്റി വെച്ചാൽ ഒരു 10, 20, 30 വർഷം കഴിയുമ്പോൾ ഇതുപോലെ നമ്മുടെ ഒരു താരത്തെ കൊണ്ടുപോകാൻ പല രാജ്യങ്ങളും തമ്മിലടിക്കുന്ന ഒരു സാഹചര്യം. പക്ഷെ അതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് മരമുറിയുമായി ബന്ധപ്പെട്ടിട്ട് സർക്കാർ എന്തൊക്കെയൊക്കെ മുന്നോട്ട് പോകുന്നുണ്ട്. അതിന്റെ പ്രായച്ചിത്തം എന്നോണം 5-ാം തീയതി കുറച്ച് മരങ്ങൾ നട്ടിട്ടുണ്ട്, നമ്മൾ അത് കാണാതെ പോകും. അല്ല, ഇനി മെസ്സി കേരളത്തിലേക്ക് വരുമ്പോഴത്തേക്കും അദ്ദേഹം ജയിലിലേക്ക് പോകുമ്പോൾ എന്നുള്ളത് വലിയൊരു ചർച്ചയാണ്. പരോളൊക്കെ കിട്ടുമായിരിക്കും. അപ്പൊ ഗ്രൗണ്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മരം മുറിച്ചാണ് അന്ന് വേണമെങ്കിൽ അദ്ദേഹത്തിന് പറയാം. അപ്പോ അങ്ങനെയുള്ള ഒരുപാട് വിഷയങ്ങൾ, ഇതുപോലെയുള്ള പല വിഷയങ്ങളിലും നമുക്ക് ചിരി വരും ശരിക്കും. പ്രതിപക്ഷം എന്തിനാണ് ഇങ്ങനെ 10 ദിവസം പോലും പ്രായമാകാത്ത ഒരു മന്ത്രിസഭയെ നോക്കി ഇങ്ങനെ വിരൽ ചൂണ്ടുമ്പോൾ 10 വർഷം നിങ്ങൾ എന്ത് ചെയ്യുകയാണെന്ന് പൊതുജനം ചോദിക്കും എന്നൊരു തോട്ടെങ്കിലും പോയില്ല. CPM പറയുന്നത് നിങ്ങൾ 5 കൊല്ലം തെക്കേയിരിക്കത്തില്ല, നിങ്ങൾ 5 കൊല്ലത്തിന് മുമ്പ് നിങ്ങൾ അടിച്ചു പിരിഞ്ഞു പോകുന്നൊക്കെയാണ് ഇവർ പറയുന്നത്. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കുന്നത് ഇത് തന്നെയായിരുന്നു ഈ കഴിഞ്ഞ പഞ്ചായത്ത് ഇലക്ഷൻ കഴിഞ്ഞപ്പോഴും പറഞ്ഞത്.
അത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് വന്നു. ആദ്യം ഈ പറഞ്ഞ സ്ഥാനാർത്ഥി നിർണയം വന്നു. അപ്പോ തമ്മി തല്ലും എന്ന് പറഞ്ഞു, തമ്മി തല്ലിയില്ല. കൃത്യമായിട്ട് സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടായി. അതിനുശേഷം തെരഞ്ഞെടുപ്പ് നടന്നു. തെരഞ്ഞെടുപ്പിന് മുൻപ് തമ്മിൽ തല്ലു എന്ന് പറഞ്ഞു, ഇല്ല, 102 സീറ്റോടുകൂടി വിജയിച്ചു. അത് കഴിഞ്ഞ് മുഖ്യമന്ത്രിയാകാൻ വേണ്ടി ഒരാളെ തെരഞ്ഞെടുക്കുമ്പോൾ തമ്മിൽ തല്ലു എന്ന് പറഞ്ഞു, നടന്നില്ല. കൃത്യമായ ഒരു മുഖ്യമന്ത്രി ഉണ്ടായി. ഇനി അടുത്ത നാടകമാണ്, 5 വർഷം തികയില്ല, നിങ്ങൾ തല്ലിപ്പിരിയും. അല്ല, എന്താണെങ്കിലും എല്ലാത്തിനും പ്ലിങ് ആവാൻ വേണ്ടിയിട്ട് നിയമസഭയിൽ പ്രതിപക്ഷം ഉണ്ടല്ലോ എന്ന് പറയുന്ന ഒരു ആശ്വാസമാണ്. കഴിഞ്ഞിപ്പോ അല്ലേ രാഹുൽ, ഇത്രയും നാളത്തെ നിയമസഭാ സമ്മേളനങ്ങൾ നമ്മൾ ഈ വൈറലാകുന്ന കുറച്ച് പ്രസംഗങ്ങൾ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട പ്രസംഗങ്ങൾ മാത്രം കണ്ടിരുന്ന നമ്മൾ ഇത് മുഴുവൻ കാണുന്ന ഒരു സിറ്റുവേഷനിലേക്ക് വന്നു. ട്രോളായി മാറി. അങ്ങോട്ട് ആയിക്കോട്ടെ, പ്രതിപക്ഷ MLA-മാരായിക്കോട്ടെ, ഭരണപക്ഷ MLA-മാരില്ല, കിട്ടുന്ന ഒരു സമയം പോലും പാഴാക്കാതെ, ഒരു മിനിറ്റ് പോലും പാഴാക്കാതെ ഫുള്ള് ഗോളടി. അല്ലെ, ആ സജീന്ദ്രൻ MLA ഉണ്ടല്ലോ, സജീന്ദ്രൻ, അദ്ദേഹം നിയമസഭയിൽ വന്നിട്ട് അദ്ദേഹം നമ്മുടെ ചിഞ്ചുറാണിയൊക്കെ പറയുന്ന ഡ്രസ്സുണ്ട്. അതിനകത്ത് അദ്ദേഹം അനുകരിക്കുന്നുണ്ട്. മറ്റേ അനൗൺസ്മെന്റ് വണ്ടി പോകുമ്പോ ചിഞ്ചുറാണി വിജയിപ്പിക്കണേ എന്ന് പറയുമ്പോ ഇപ്പുറത്തേക്ക് ആടുപാടുകൾ പറയും, ജയിപ്പിക്കല്ലേ ജയിപ്പിക്കല്ലേ ജയിപ്പിക്കല്ലേ, വോട്ട് കൊടുക്ക. അദ്ദേഹം ആ സൗണ്ട് ഇമിറ്റേറ്റീവ് ചെയ്ത് പറയുന്നുണ്ട്. അതേപോലെ ഗണേഷ് കുമാറിനെ പറഞ്ഞത് 5000 കാമുകിമാരിൽ 4998 പേരും ഈ ബസ്സിൽ കയറുമെന്ന് അദ്ദേഹം പേടിക്കുന്നതുകൊണ്ടായിരിക്കും അദ്ദേഹം ഇതിനെതിരെ വന്നത് എന്ന് പറയുന്നത്. പിന്നെ ശിവൻകുട്ടിയെ ട്രോളി, ഇനി ട്രോളാൻ ആരുമില്ല. അവസാനം മുഖ്യമന്ത്രിയെയും പറഞ്ഞു. ഞാനൊരു കണ്ണൂരിൽ നിന്നും വരുമ്പോ ഒരു ജോത്സ്യനോട് പറഞ്ഞു, ഞങ്ങളുടെ മുഖ്യമന്ത്രി ഒന്നും ചെയ്യാൻ കഴിയില്ല, അദ്ദേഹം ഒരു സ്ഥാനത്തിരുന്നാൽ അവിടെ തന്നെ ഇരിക്കും എന്ന് പറയുന്നത്. അപ്പോ ഇനി 5 വർഷം ഇവിടെ ഇരിക്കുകയാണെങ്കിൽ 10 വർഷത്തേക്കിനും അദ്ദേഹം തന്നെ ആകട്ടെ എന്ന് ആശംസിച്ചാണ് അദ്ദേഹം നിർത്തുന്നത്. പിന്നെ ഇപ്പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ CR മഹേഷ്, അദ്ദേഹം ട്രോളിക്കൊന്നു എന്ന് വേണമെങ്കിൽ പറയാം. നിറയെ ആളുകൾ. അതുകൂടാതെ നമ്മുടെ വ്യവസായ മന്ത്രി P. രാജീവനെ പറയുന്നത്, അതാണ് ഏറ്റവും വലിയ രസം എന്ന് പറയുന്നത്. എനിക്ക് ഫേസ്ബുക്ക് മൊത്തം നിറഞ്ഞതായിരുന്നു. അത് പറയാൻ പോലും കഴിയുന്നില്ല. എന്തുകൊണ്ട് തോറ്റു എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ചെറിയൊരു തോൽവിയുടെ 2% അതിൽ നിന്ന് 2% വളരെ രസകരമായിട്ടാണ് അദ്ദേഹം പറയുന്നത്. അപ്പം ഇനി ഒരുപാട് ആളുകളുണ്ട്. ഇനി വരാൻ പോകുന്ന നിയമസഭാ സമ്മേളനം അവിടെ പോയിരിക്കുന്ന 102 MLA-മാരും ഒരു എല്ലാം തീപ്പൊരി സാധനങ്ങളാണ്. നമ്മളിത് പറയുമ്പോഴില്ല, ഇപ്പൊ നിയമസഭയിൽ ഇവരെല്ലാം തീപ്പൊരി നേതാക്കന്മാരെന്താണ്. പക്ഷേ നിയമസഭയിൽ വലിയൊരു മാറ്റം വന്നിട്ടുണ്ട്. അത് നമ്മൾ ശ്രദ്ധിക്കാത്തത്, നിയമസഭയിൽ ചെന്ന് കഴിഞ്ഞാൽ ആളുകളെ തട്ടി മാറ്റി പോകേണ്ട അവസ്ഥയാണ്. കഴിഞ്ഞ പിണറായി സർക്കാരിന്റെ കാലഘട്ടത്തിൽ ഒരു മനുഷ്യന് പോലും നിയമസഭയിലേക്ക് കടന്നു ചെല്ലാൻ കഴിയില്ലെങ്കിൽ മുന്നിൽ നിന്ന് ഫോട്ടോ എടുക്കുമ്പോൾ പോലും അവിടുന്ന് സെക്യൂരിറ്റി ഗാർഡ്സ് ഇങ്ങനെ നോക്കുമായിരുന്നു. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. നിയമസഭയുടെ അകത്തേക്ക് കയറി കഴിഞ്ഞാൽ ചേട്ടൻ ഒന്ന് മാറൂ, ചേച്ചി ഒന്ന് മാറൂ, ഒന്നങ്ങോട്ട് പോകട്ടെ, MLA-മാര് വരെ ഒന്ന് മാറി തരും, ഞാൻ ഒന്നങ്ങോട്ട് പോട്ടെ. നിറയെ ആളുകളാണ്, തട്ടിമുട്ടി നിൽക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. ഞാൻ 2 ദിവസം നിയമസഭയിൽ പോയിരുന്നു. എന്താണ് നടക്കുന്നത് എന്നറിയാൻ വേണ്ടി പോയതാണ്. അതിൽ MLA ആരാണ്, മന്ത്രി ആരാണ് എന്നൊന്നും നമുക്ക് അറിയാൻ കഴിയില്ല. നിറയെ ആളുകളാണ്, ചുറ്റുപാടും ജനങ്ങൾ വന്ന് നിറയ്ക്കാണ്. മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ മുന്നിൽ നിറയെ ആളുകളാണ്, ആരോഗ്യമന്ത്രിയുടെ ഓഫീസിന് മുകളിൽ ആളുകളാണ്, മന്ത്രിമാരുടെ ഓഫീസിന് മുകളിൽ മൊത്തം ആളുകളാണ്. ഇത് കഴിഞ്ഞിട്ട് ഇവരുടെ ഓഫീസിലേക്ക് പോകുമ്പോൾ അവിടെയും ആളുകളാണ്. ജനങ്ങൾ 10 കൊല്ലക്കാലം പരാതി പറയാൻ കഴിയാത്ത ജനങ്ങൾ മുഴുവൻ ഒരു കെട്ട് പരാതിയുമായിട്ടാണ് ഇവരുടെ എല്ലാം അടുത്തേക്ക് ചെല്ലുന്നത്. ഇവരിത് എങ്ങനെ പരിഹരിക്കുന്നു, ഇതെല്ലാം കൂടെ ഇനി എപ്പം ചെയ്തു കൊടുക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ കഴിയില്ല. കാരണം ഞാൻ കഴിഞ്ഞ ദിവസം ജ്യോതികുമാർ ചമ്മക്കാലയുടെ അടുത്ത് പോയിരുന്നു. അദ്ദേഹം ഫയൽ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇത്രയും കെട്ട് ഫയലുണ്ട്. ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞ്, ഇത് 5 കൊല്ലം MLA ഇല്ലാത്തതുകൊണ്ട് ഇപ്പൊ എല്ലാവരും കൂടെ എൻ്റെ കയ്യിലോട്ട് തന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം അപ്പോൾ തന്നെ അവിടെ വെച്ച് നോക്കുന്നു, അവരെ വിളിക്കുന്നു, കാര്യങ്ങൾ പറയുന്നു, സംസാരിക്കുന്നു, സെറ്റിൽ ചെയ്യാൻ കഴിയുന്നെല്ലാം മാറ്റി വെവ്വേറെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇതേപോലെ തന്നെയാണ് മുഖ്യമന്ത്രി ഞാൻ നിയമസഭയിൽ ചോദിച്ചപ്പോൾ മുഖ്യമന്ത്രി അതിന്റെ തലേ ദിവസം 2 മണിക്കാണ് വീട്ടിൽ നിന്ന് പോകുന്നത്. അടുത്തുള്ള ഓഫീസിലുള്ള എല്ലാവരും ഞാൻ പൊക്കോട്ടെ എന്ന് ചോദിച്ചു പോയി. അതിനുശേഷം മുഖ്യമന്ത്രി വിളിക്കുകയാണ് രാവിലെ 8 മണിക്ക്, പിറ്റേ ദിവസം രാവിലെ 8 മണിക്ക് മുഖ്യമന്ത്രി ഓഫീസിലെത്തും. അപ്പോൾ ആ രീതിയിലുള്ള സെറ്റിൽമെന്റ് ഇതിലാണ് ഇപ്പൊ പൊക്കോണ്ടിരിക്കുന്നത്. ചിലപ്പോൾ തുടക്കമായിരിക്കാം, കൃത്യമായിട്ട് കാര്യങ്ങൾ പഠിച്ച് ചെയ്യുന്നത് കൊണ്ടായിരിക്കാം. പക്ഷേ ആരോഗ്യം കൂടെ നോക്കണം ഈ രാഷ്ട്രീയക്കാരൊക്കെ. അതെ.